ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലുക സ്വലാത്തുൽ ഫാത്തിഹ. മുത്ത് തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണണം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ കരുതണം. മനസ്സിൽ നല്ല നല്ല നിയ്യത്തുകൾ വെക്കണം. ഇന്ന് നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ, നാളെ നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ അല്ലാഹ് നമുക്ക് നടത്തി തരട്ടെ. സ്വലാത്തുൽ ഫാത്തിഹയിലൂടെ അല്ലാഹു നമുക്ക് നടത്തി തരട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله وصحبه حق قدره ومقداره العظيم. എല്ലാവരും രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് ഒരു സ്വലാത്ത് കൂടി ചൊല്ലിയേ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. എല്ലാവരും രണ്ട് കൈയും പിടിച്ചിട്ട് കയ്യിലേക്ക് ഊന്നിയിട്ട് കണ്ണും മുഖവുമെല്ലാം തടവുക. മുഅ്മിനീങ്ങളെ, അത്ഭുത ഫലങ്ങൾ നിറഞ്ഞ സ്വലാത്തുൽ ഫാത്തിഹ, ആ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള നിയ്യത്തുകളെല്ലാം സാധിപ്പിച്ച് തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മളെ സ്വലാത്തുൽ ഫാത്തിഹ 11 ചൊല്ലിയല്ലോ. ഇനി 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുകയാണ്. കുടുംബങ്ങളെല്ലാം അരവിന്ദിലാവിന്റെ കുടുംബങ്ങൾ ഒരു 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയേ. റബ്ബ് സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആ സ്വലാത്ത് ചൊല്ലുമ്പോ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് നീ ആ ആഗ്രഹങ്ങള് സാധിപ്പിച്ചു കൊടുക്കണമല്ലാഹ്. ഗൂഡല്ലൂരിൽ നിന്ന് ഷാജഹാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന് സ്നേഹിതൻ ഫർണിച്ചർ ഷോപ്പ് നടത്തുകയാണ്. 9 വർഷത്തിന് ശേഷം ഭാര്യ ഗർഭിണിയാണ്. മിനിയാന്ന് ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവാണ്. അത് പ്രത്യേകം ദുആർക്കണം. 9 വർഷത്തിന് ശേഷം ഷാജഹാൻ എന്ന് പറയുന്ന കൂട്ടുകാരന്റെ പ്രിയപ്പെട്ടവള് ഗർഭിണിയായി. അല്ലാഹ്, നീ വലിയവനാണ്, നിന്റെ റഹ്മത്ത് കൊണ്ട് അത് നിലനിർത്തി കൊടുക്കണമല്ലാഹ്. മറ്റൊരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ വന്നിരുന്നു. ഭാര്യ 2 പ്രാവശ്യം ഗർഭിണിയായതാണ്. പക്ഷേ സ്കാൻ ചെയ്തപ്പോ കുഞ്ഞിന് ചലനമില്ലാതെ വളർച്ചയില്ലാതെ 2 തവണ ഒഴിവാക്കിയതാണ് ഉസ്താദേ. ഇപ്പൊ 3 മാസമായി ഭാര്യ ഗർഭിണിയാണ്. അരവിന്ദിലാവിന്റെ മജ്ലിസ് കേട്ട് ഉണ്ടായതാണ്. ഇത് നിലനിൽക്കാൻ ഉസ്താദ് ദുആർക്കണം. അല്ലാഹ്, ഇത് നീ നിലനിർത്തി കൊടുക്കണം അല്ലാഹ്. ആരോഗ്യമുള്ള ആഫിയത്തുള്ള മക്കളെ നീ നൽകണേ അല്ലാഹ്. ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നാരിയത്ത് സ്വലാത്ത് ചൊല്ലട്ടെ. വലിയ മഹത്വമുള്ള സ്വലാത്തല്ലേ, വലിയ ഹൈപ്പവറുള്ള സ്വലാത്തല്ലേ. അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞങ്ങ് ചൊല്ലിയേ. റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ കാരണം നീ കബൂലാക്കണേ അല്ലാഹ്. പട്ടിശ്ശേരി മാമ്പുള്ളി ഞാൻ അബൂബക്കർ ഖാന്റെ ഫാമിലി അറിവിന്ദിലാവ് മുടങ്ങാതെ കേൾക്കുന്ന ഫാമിലിയാണ്. അവിടത്തെ മരുമകൾക്ക് 6 വയസ്സുള്ള മോളുള്ള ഈ പറവിന്ദിലാവിന്റെ മജ്ലിസിലെ വെള്ളം കുടിച്ച് തുടർച്ചയായി കുടിച്ച് 2ാമത് വിശേഷമുണ്ട്. അത് നിലനിൽക്കാൻ ദുആർക്കണേ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ നിലനിർത്തി കൊടുക്കണം അല്ലാഹ്. നിലനിർത്തി കൊടുക്കണം അല്ലാഹ്. നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു 11 നാരിയത്ത് സ്വലാത്ത് അറിവിന്ദിലാവിന്റെ എല്ലാ കുടുംബങ്ങളും ചൊല്ലണം. അല്ലാഹു കബൂലാക്കട്ടെ,
അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബേ, ഈ പ്രിയപ്പെട്ടവര് സ്വലാത്ത് ചൊല്ലുമ്പോ അവനെ മനസ്സിൽ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് റഹ്മാനേ നീ അത് സാധിപ്പിച്ചു കൊടുക്ക റബ്ബേ. ഈ ഉമ്മമാരുടെ, ഈ ഉമ്മാമ്മമാരുടെ, ഈ ഉപ്പമാരുടെ, ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ, കുഞ്ഞുമക്കള് എല്ലാവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില. ഒന്നാമത്തെ ഉസ്താദ് ചൊല്ലി തരാം. ഒന്നാമത്തെ സ്വലാത്ത് ഞാൻ ചൊല്ലാം, ബാക്കി എല്ലാവരും ഏറ്റി ചൊല്ലാം. എല്ലാവരും ഏറ്റി ചൊല്ലാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോ ഒന്നാമത്തെ സ്വലാത്ത് ഞാൻ ചൊല്ലാം. 11 സ്വലാത്താണ് ചൊല്ലുന്നത്. 11 സ്വലാത്ത്. നല്ല നിയത്ത് മനസ്സിൽ കരുതി കൂടി, നല്ല നിയത്ത്. എല്ലാം അല്ലാഹ് സാധിപ്പിച്ചു തരട്ടെ, എല്ലാം അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. എല്ലാം ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്താക്കട്ടെ. എന്ത് തടസ്സങ്ങളും ഷർറുകളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ സ്വലാത്ത് കൊണ്ട് അല്ലാഹ് പരിഹാരം തരട്ടെ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവര്, തളർന്നു കിടക്കുന്നവര്, സുഖമില്ലാതെ കിടക്കുന്നവര് എല്ലാവർക്കും സ്വലാത്തിലൂടെ അല്ലാഹു നല്ല പരിഹാരം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. അതോടുകൂടെ മറ്റൊരു സന്തോഷം നിങ്ങൾ അറിയിക്കുന്നത്, ഉസ്താദ് ദുബൈയിലായ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട്. ആ കൂട്ടുകാരൻ വിയർപ്പിലൂടെ ബ്ലഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ കുറിച്ചിട്ട് അല്ലേ? ഇന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മെസ്സേജ് അയച്ചിരുന്നു. അവൻ കുറെ വിളിച്ചിട്ടുണ്ട്, തിരക്ക് കാരണം നമ്മളെ കിട്ടാതിരുന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, ദുബൈയിലായ സമയത്ത് ഉസ്താദ് ആ കൂട്ടുകാരന് വേണ്ടി നമ്മൾ ദ്വാരന്നിരുന്ന്. അപ്പോ അന്ന് പറഞ്ഞിനെന്തിനി ഉസ്താദ് ഒന്നിരിക്കെ ഞാൻ ഈമാൻ കിട്ടി മരിക്കണം, അതല്ലെങ്കിൽ എനിക്ക് ട്രീറ്റ്മെന്റിനെല്ലാം മരുന്ന് എവിടുന്നെങ്കിലും കിട്ടണം. അൽഹംദുലില്ലാഹ്, നമ്മൾ അറിവിന്ദിലാമിന്റെ മജ്ലിസില് ആ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി നമ്മൾ ദ്വാരന്നിരുന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ട്രീറ്റ്മെന്റ് തുടങ്ങി. പിന്നെ അതിനെ കുറിച്ചിട്ട് അഡ്രസ് കിട്ടിയിട്ടില്ല. ഇന്ന് ആ കൂട്ടുകാരൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉസ്താദേ അൽഹംദുലില്ലാഹ് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഇഞ്ചക്ഷൻ ഉണ്ട്. അൽഹംദുലില്ലാഹ് ഇഞ്ചക്ഷന്റെ ക്ഷീണം താങ്ങാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം റാഹത്താണ്, ബാക്കിയെല്ലാം സന്തോഷാണ്. ഉസ്താദ് മജ്ലിസിൽ എനിക്ക് വേണ്ടി ദ്വാരന്നിരുന്നു എന്നുള്ളത് എൻ്റെ കുടുംബങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഉസ്താദിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. ഉസ്താദ് ആ സന്തോഷം അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളോട് പറയണം. ഞാൻ ഒറ്റക്കല്ല, ഒരുപാട് കുടുംബങ്ങൾ എനിക്ക് ആമീൻ പറയാനുണ്ട് എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. ആ ചെറുപ്പക്കാരൻ അയച്ച മെസ്സേജ് അയച്ച ഒറ്റപ്പെട്ടു പോവുകയാണ്. വിയർപ്പിലൂടെ ബ്ലഡ് നഷ്ടപ്പെടുക, വിയർപ്പിലൂടെ ബ്ലഡ് നഷ്ടപ്പെടുക. ബ്ലഡ് ഇങ്ങനെ പോകുന്നത് കാണൂല. വിയർപ്പ് പോകുമ്പോ ബ്ലഡ്, പക്ഷേ ശരീരത്തിലെ ബ്ലഡിന്റെ അംശം കുറഞ്ഞു പോവാണ്. രക്തക്കുറവ് വല്ലാത്തൊരു പ്രയാസമാണ് അല്ലേ? രക്തക്കുറവ് വല്ലാത്തൊരു പ്രയാസമാണ്. ആ കൂട്ടുകാരൻ ഒന്ന് അനങ്ങി ജോലി എടുക്കാൻ പറ്റൂല. കാരണം അനങ്ങി ജോലി എടുക്കുമ്പോ ശരീരം വേർക്കാണ്. ശരീരം വേർത്ത് കഴിഞ്ഞാല് ബ്ലഡിന്റെ അംശം കുറയാണ്. സ്ഥാന ക്ഷീണിക്കാണ്. ഡെയിലി ഒരുപാട് വട്ടം തല കറങ്ങി വീഴും. ഒരു വട്ടമല്ല, ഒരുപാട് തവണ. ഇന്ന് ആ കൂട്ടുകാരന് 2 ഇഞ്ചക്ഷൻ ഉണ്ട്. ഓക്കെ, അൽഹംദുലില്ലാഹ് രാവിലെ വൈകുന്നേരം. ഇപ്പൊ ഇഞ്ചക്ഷന്റെ ക്ഷീണം മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാഹ് വിയർപ്പിലൂടെ ബ്ലഡിന്റെ അംശം പോകുന്നത് 70% നിന്നിട്ടുണ്ട്. ആ കൂട്ടുകാരൻ ഇന്ന് അയച്ച മെസ്സേജ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. നമ്മൾ കാണാത്ത കൂട്ടുകാരനാണ്. നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ടോ? നമ്മൾ അറിയില്ല എങ്കിലും, പക്ഷേ നമ്മൾ അറിവിന്ദിലാവിന്റെ ഒരു കൂട്ടുകാരനാണ്. ഒരു 3 അൽഹംദുലില്ലാഹ് പറഞ്ഞാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. റബ്ബേ നീ ശിഫ കൊടുക്കുക അല്ലാഹ്, നീ വലിയവനാണ്. അവസാനം വെച്ച മെസ്സേജ് എന്താ അറിയോ? ഉസ്താദേ ഞാൻ ജീവിതാകെ തളർന്നു എന്ന് കരുതിയതാണ്. അന്ന് 2 കാര്യത്തിന് എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു. ഒന്നെനിക്ക് ഈമാൻ കിട്ടി മരിക്കണം, ഒന്നിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് എല്ലാം മരുന്ന് കണ്ടുപിടിക്കണം. ഇത് രണ്ടും
കാരണം പോകുന്നിടത്തു നിന്നൊക്കെ തല കറങ്ങി ഇങ്ങനെ വീഴുമ്പോ എന്തൊരു വലിയ വിഷമാണത്. ഇന്ന് അൽഹംദുലില്ലാഹ് ആ പ്രിയപ്പെട്ട കൂട്ടുകാരനുള്ള ട്രീറ്റ് തുടങ്ങി. ഇപ്പൊ അൽഹംദുലില്ലാഹ് റാഹത്തുണ്ട്. ആ കൂട്ടുകാരൻ പറയാണ്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അരവിന്ദ് ലാബിന്റെ മജ്ലിസിൽ ജനലക്ഷങ്ങൾ എനിക്ക് ആമീൻ പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ആ കൂട്ടുകാരന് അത്രയും വലിയ മാറ്റം കിട്ടിയത്. റബ്ബ് റാഹത്ത് നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു പരിപൂർണ ശിഫ നൽകട്ടെ, അള്ളാഹു പരിപൂർണ ശിഫ നൽകട്ടെ, അള്ളാഹു പരിപൂർണ ആഫിയത്ത് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് മാറിയിട്ട് ആദ്യം മടവൂരിലും ഇവിടെയും വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അള്ളാഹു ആ കൂട്ടുകാരന് റാഹത്ത് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. അന്ന് ഓനെ ദുബൈയിൽ നിന്ന് കണ്ടപ്പോ കുറെ കരഞ്ഞോനെ, ഒരുപാട് കരഞ്ഞ് ഫാനിന്റെ ചോട്ടിൽ മാത്രം നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എസിന്റെ ഉള്ളിൽ മാത്രം നിൽക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ശരീരം വേർക്കുന്നത് പേടിയാണ്. അല്ലാഹുവേ നീ ശിഫ നൽകുക അല്ലാഹ്, ശിഫ നൽകുക അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. അത്തരത്തിലുള്ള ഒരു രോഗങ്ങളും ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. മാരകമായ രോഗം നിന്ന് ഞങ്ങളെ തളർത്തല്ലേ അല്ലാഹ്. മാസങ്ങളായി ബോധം തിരിച്ചു കിട്ടാതെ അപകടത്തിൽ പറ്റിയിട്ട് ഐസിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയും കുടുംബവും ഇന്ന് വന്നിരുന്നു. ഉസ്താദ് ദുആർക്കണം. ഒരു ചെറിയ കുഞ്ഞിനുമായി, ഈ കുഞ്ഞവന്റെ കുഞ്ഞാണ്, ബോധമില്ലാതെ ഹോസ്പിറ്റലിലാണ്. 2 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, ഇനി തലക്കൊരു ഓപ്പറേഷൻ വരാനുണ്ട്. ഉസ്താദ് ദുആർക്കണം. അല്ലാഹ് നീ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. മറ്റൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ ചെറിയൊരു കറുത്ത ഒരു പുള്ളി കണ്ടു. ആ പുള്ളി എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹ് ഡോക്ടറെ കാണിച്ചപ്പോ അല്ലാഹുവേ മാരകമായ രോഗത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ ഞാൻ തളർന്നു പോവാതിരിക്കാൻ എനിക്ക് ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരാ, നമ്മളെ പോലെ ആരോഗ്യമുള്ള ഒരു പൊന്നുമോനെന്ന് വന്ന് കണ്ണീരോടെ പറഞ്ഞതാ. എന്നും ഞാൻ ഓടാൻ പോവാറുണ്ട് ഉസ്താദേ, ഞാൻ ജിമ്മിന് പോവാറുണ്ട് ഉസ്താദേ. അല്ലാഹുവേ എനിക്കിങ്ങനെ ഒരു അസുഖം ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ശരീരത്തിൽ ഒരു കറുത്ത പുള്ളിയുണ്ട്, ആ പുള്ളി ചൊറിയുന്നത് കണ്ടപ്പോ ഞാൻ ഡോക്ടറെ കാണിച്ചതാണ്. അല്ലാഹുവേ മാരകമായ രോഗത്തിന്റെ അടയാളമാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. റിസൾട്ടിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാ. 90% ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉസ്താദേ ഇനി പ്രാർത്ഥന കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ പ്രിയപ്പെട്ട പൊന്നുമോനെന്ന് ഒരുപാട് സങ്കടപ്പെട്ടു പോയി. റബ്ബേ മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് അരവിന്ദ് ലാബ് കുടുംബങ്ങളുടെ കണ്ണീരോടെയുള്ള ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ആ കൂട്ടുകാരന് ശിഫ കൊടുക്കണമല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. പ്രായം ഒരുപാടായ ഉമ്മമാർ, 80-90 വയസ്സുള്ള ധാരാളം ഉമ്മമാര് നമ്മുടെ മജ്ലിസിലുണ്ട്. എത്രയോ പ്രായം ഒരുപാടായ ഉമ്മമാര് നമ്മുടെ മജ്ലിസിലുണ്ട്. പ്രായം ഒരുപാടായ ബാപ്പമാര് നമ്മുടെ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ അവരുടെ എല്ലാം ആമീന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്ക് അല്ലാഹ്. നിങ്ങളാ ചെറുപ്പക്കാരന് വേണ്ടി ദുആർക്കണം. അരവിന്ദ് ലാബിന്റെ കുടുംബങ്ങൾക്കെല്ലാവർക്കും അല്ലാഹ് റഹ്മത്ത് തരട്ടെ. ഒരു 11 നാരിയത്ത് സ്വലാത്ത്, ഒന്നാമത്തെ സ്വലാത്ത് ഉസ്താദ് ചൊല്ലിത്തരാം, ബാക്കി എല്ലാവരും ഏറ്റു ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ അലാ സയ്യിദിനാ മുഹമ്മദ് الذي تنهل به اللقد وتنفرج به الكرب
وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. എല്ലാവരും രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് ചൊല്ലുക. നല്ല നിയ്യത്തുകൾ വച്ച് ചൊല്ലണേ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. എല്ലാവരും ആ വലത് കൈയെ ഇടത് ഭാഗത്തെ നെഞ്ചിനേക്ക് ചേർത്ത് വെച്ചിട്ട് ചൊല്ലിയേ അല്ലാഹു അല്ലാഹു അല്ലാഹ് 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 അല്ലാഹു അല്ലാഹു അല്ലാഹ്
ഒരു 21 സ്വലാത്ത് എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലണം. റബ്ബ് കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا ربي صل عليه وسلم. صل وسلم على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും രണ്ട് കൈയിലൂതി എല്ലാരും തടവി കൊടുക്കി. ആ മൈഗ്രീന് തലവേദനകളിലൊക്കെ ഒന്ന് തടവി കൊടുക്കി. ആ തലവേദനക്കടെ പോട്ടെ. എല്ലാവരും മക്കളൊക്കെ ഒന്ന് ഊതി കൊടുക്കി, മക്കളൊക്കെ ഒന്ന് മന്ത്രിച്ചു കൊടുക്കി. മജ്‌ലിസിൽ വെച്ച വെള്ളത്തിൽ ഊതുക. എല്ലാരും മക്കളൊക്കെ ഒന്ന് മന്ത്രിച്ചു കൊടുക്കുക. ഉമ്മമാരെ സുഖല്ലാത്ത ഉമ്മമാര് ബാപ്പമാര് ഒലക്കെ ഉണ്ടാവും, ഒലക്കെ ഒന്ന് ഊതി കൊടുക്കുക. മഹാനായ മടവൂര് ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് നമ്മൾ ചൊല്ലട്ടെ. ആ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കാൻ വേണ്ടി പോവുകയാണ്.
എല്ലാവരും സിയം വലിയുള്ളാന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലണം. നമുക്ക് അല്ലാഹു വലിയ മാറ്റങ്ങൾ തരുന്നത് തവസ്സുൽ ബൈത്തിലൂടെയാ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹ് മാറ്റി തരുന്നത് തവസ്സുൽ ബൈത്തിലൂടെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എല്ലാവരും ഉറക്കെ ചൊല്ലിയേ അല്ലാഹ് കബൂലാക്കട്ടെ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر علي ربنا صلى وسلم كل حالات على أحمد الهادي وآله والصحابي والبلين نحن ندعو ربنا الكريم في توسلي واستغاثات بقرة عيننا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي إننا نأتي إليكم للإزاحة ما بنا شدة وصوافة شيخنا مدبور ولي مدبور البايم തിങ്കളെ കുതുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്ക് ഗണേ യാ ശൈഖനാ യാ ശൈഖനാ ലൈസ ഖുസ്റാനുൽ ലിമൻ ആതാ ഇലൈക്കും ത്വാലിബാ ബൽ ബിമത്ലൂബിൽ ലഹും ഖദ് ഫാസ യാ മദബൂർ വലി كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي كل عفريت وشيطان وجن ماردي أذهبا ونجنا يا قطبنا مدبور ولي كم كربات كشفتم عن أزيني طائه فاكشفا عنا ودايا شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله فرجا عنا الأذى وكل ما يعيبنا في الدنيا وفي المعاد شيخنا مدبور ولي كنت كغفا حاميا لمن أتاكم لاجئا كنت فينا ناصرا يا سيدي مدبور ولي أعطنا منك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدبور ولي
أنت أستاذ لنا أم شيخنا فما لنا منه ما حسبك رشد منك يا മടവൂർ വലി മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖനാ യാ ശൈഖനാ ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائما يا شيخنا مدبور ولي واهدنا نهج الهدى وهب لنا رضوانك كل هالات بحق شيخنا مدبور ولي آتنا أمنا عظيما وسرورا إذ يجي مالك الموت بحق شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقة روحنا بل أسعدنا بالولي بشرنا بالجنان باليقين آتنا كلمة التوحيد ثاني لنبي مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وفقنا لجواب المالكين بالرضا كلنا رحماننا بشيخنا مدبور ولي رب سلم يوم بعثتنا غدا للموقف خففا حسابنا بشيخنا مدبور ولي رب سلم هذه الأمة عن زلق القدم حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد رسل الكرام مع سلام دائما والآل يا من هو جلي مدبور الوالم തിങ്കളെ കുത്തുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖനാ യാ ശൈഖനാ മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖനാ യാ ശൈഖനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അർഹമുർ റഹീമേ മടവൂർ ശൈഖുനാന്റെ കാവല് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈമാനി വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ് അറിവിന്നിലാവ് കുടുംബങ്ങൾക്ക് മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം ഹസുലാക്കണേ അല്ലാഹ്
അവരുടെ സർവ്വ പ്രയാസങ്ങളും തട്ടിമുട്ടലുകളും സിഹറുകളും കണ്ണേറുകളും അപ്പോരുകളും കൈമിഷങ്ങളും എല്ലാവിധ ശർറുകളും മജ്ലിസായി കബൂൽ ചെയ്യണേ റഹ്മാനേ. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസിനെ. അല്ലാഹ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ബദരീങ്ങൾ, ശുഹദാക്കൾ അവിടുത്തെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിലെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഹാനരായ ഖാജാ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. ഖുത്ബുൽ അഖ്താബ് തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖുത്ബുൽ ആലം ശൈഖുനാന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ. മഹാന്മാരായ ഔലിയാക്കന്മാർ, സാദാത്തീങ്ങളെ, മഹാരഥന്മാർ അവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ എല്ലാവരുടെ ഹക്ക് ചാങ് ബറക്കത്ത് കൊണ്ട് അറിവിന്നിലാവിന്റെ കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് സാദാത്തീങ്ങളും സയ്യിദ് കുടുംബങ്ങളും എത്രയോ പണ്ഡിതന്മാർ, പണ്ഡിത കുടുംബങ്ങളും ആമീൻ പറയുന്ന മജ്ലിസാണ്. എത്രയോ ഹജ്ജ് ചെയ്ത ഉമ്മമാരും ബാപ്പമാരും, ഉംറ ചെയ്തവരും, പ്രായമുള്ള ഉമ്മമാര്, ബാപ്പമാർ, സഹോദര സഹോദരിമാർ, ചെറുപ്പക്കാര്, ചെറുപ്പക്കാരികൾ, ഞങ്ങളെ പൂമ്പാറ്റ മക്കളടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങൾക്ക് അവരുടെ ഖൈറായ മുറാദുകൾ എല്ലാം ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ മനസ്സിനുള്ള വിഷമങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ സങ്കടങ്ങളെല്ലാം നീക്കിക്കൊടുക്കണേ അല്ലാഹ്. മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനേ. മനസ്സിന് സന്തോഷം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ ഉമ്മമാർക്കും ബാപ്പമാർക്കും ഈ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് ഖൈർ നൽകണേ റഹ്മാനേ. അവരുടെ വിഷമങ്ങളെ, അവരുടെ ടെൻഷനുകളെ, അവരുടെ വേജാറുകളെ, പേടികളെ, വിഷമങ്ങളെ എല്ലാം നീ മാറ്റിയിട്ട് അഭിവൃദ്ധിയും സമാധാനവും നിഅമത്തും നൽകണേ അല്ലാഹ്. നീ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളെ നോക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്കെതിരെ കോപിക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. ഒരു സെക്കൻഡ് പോലും ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി ഞങ്ങളിൽ ഉണ്ടാക്കല്ലേ അല്ലാഹ്. ചെയ്തു കൂട്ടിയ തെറ്റിന്റെ കൂമ്പാരങ്ങൾ ഈ ജനലക്ഷങ്ങളാമീന്റെ ബറക്കത്തുള്ള സാധുക്കളായ അടിമകളായ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. ചെയ്ത പാപ കാരണം നീ ഞങ്ങളെ നിഅമത്തുകളെ എടുത്തു കളയല്ലേ. ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങളെ തരല്ലേ. ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ. എല്ലാം ഞങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനേ. ഖൽബ് നന്നാക്കണേ റഹ്മാനേ. ഇഖ്ലാസും തഖ്വയും ഏറ്റി നൽകണേ റഹ്മാനേ. ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്. റബ്ബേ, പേടിയാണ് അല്ലാഹ്.
കടങ്ങൾ എങ്ങനെ വർദ്ധിക്കുകയാണ്, കടബാധ്യത വന്ന് തളർന്നു പോയവരുണ്ട് എന്ന് വീട്ടുമല്ല. വീട് ബാങ്കിലാണ്, ബിസിനസ് കടത്തിലാണ്, കച്ചവടം കടത്തിലാണ്, വാഹനം കടത്തിലാണ്. റബ്ബേ, സ്വന്തം ജീവിതത്തിന്റെ നിത്യജീവിതത്തിന് വരെ വകയില്ലാതെ കടക്കണിയിൽ പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. കടങ്ങളെല്ലാം ഖൈറായ നിലക്ക് വീട്ടാനുള്ള വരുമാന മാർഗങ്ങളെ ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനേ. കടം വീട്ടുന്നതിന് മുമ്പ് കടക്കാരായി ഞങ്ങളിൽ ഒരാളെയും മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഈ മയ്യത്തിന്റെ കടമാരാണ് ഏറ്റെടുക്കുന്നത് എന്ന് ചോദിക്കുന്നൊരു അവസ്ഥ ഞങ്ങൾക്കാർക്കും നൽകല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ രോഗങ്ങളെല്ലാം നീ പരിപൂർണമായിട്ട് ശിഫയാക്കി തരണമല്ലാ, ശിഫയാക്കി തരണമല്ലാ, ശിഫയാക്കി തരണമല്ലാ. പരിപൂർണമായിട്ട് ശിഫയാക്കി തരണേ അല്ലാഹ് റഹ്മാനേ. ക്യാൻസർ പോലത്തെ രോഗങ്ങളുള്ളവന് റബ്ബേ, ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ വന്ന് ശരീരം തളർന്നു പോയവരുണ്ട്. അല്ലാഹുവേ, അവർക്കല്ലാതെ മറ്റൊരാൾക്കും ആ വേദന അറിയൂല. നീ അറിവിൻ നിലാവിലൂടെ പാവങ്ങളല്ലേ, നീ അവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കിഡ്നി തകരാറ് സുഖപ്പെടുത്തണം അല്ലാഹ്. ഹാർട്ടിനും വാൾവിനും ഒരു പ്രശ്നവും നൽകല്ലേ റഹ്മാനേ. ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ശിഫ നൽകണേ റഹ്മാനേ. മജ്ജയും കിഡ്നിയെല്ലാം മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ്. സ്ട്രോക്ക് കയറി ബോധം നഷ്ടപ്പെട്ട് മാസങ്ങളായി ബോധം തിരിച്ചു കിട്ടാതെ ഹോസ്പിറ്റലും റൂമിലും വീട്ടിലും സുഖമില്ലാതെ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനേ. ഹോസ്പിറ്റലിൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാഹ്. വീട്ടിലെ സുഖമില്ലാതെ കഴിയുന്നവർക്ക് സുഖം നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണം അല്ലാഹ്, ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിന് ക്ഷീണം മാറ്റണേ അല്ലാഹ്, കുഴക്ക് മാറ്റണേ അല്ലാഹ്, കടച്ചിലുകൾ മാറ്റണേ അല്ലാഹ്, വേദനകളെ മാറ്റണേ അല്ലാഹ്. തല മുതൽ കാല് വരെ എവിടെയെല്ലാം വേദന അനുഭവിക്കുന്നവരുണ്ടോ എല്ലാം നീ സുഖപ്പെടുത്തണേ റഹ്മാനേ. എവിടെയെല്ലാം കടച്ചിലുകളുണ്ടോ സുഖപ്പെടുത്തണേ റഹ്മാനേ. എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ സുഖപ്പെടുത്തണേ റഹ്മാനേ. മാറാത്ത വേദനകൾ മജ്‌ലിസിലൂടെ മാറ്റി തരണമല്ലാഹ്, മാറാത്ത രോഗങ്ങൾ മജ്‌ലിസിലൂടെ മാറ്റി തരണമല്ലാഹ്, പൈശാചിക ഉപദ്രവം മാറ്റി തരണേ അല്ലാഹ്. സുഹറ ബാത്തിലാക്കണേ, കണ്ണേറെ ബാത്തിലാക്കണേ, നാപ്പോരെ ബാത്തിലാക്കണേ,
കൈവിഷം ബാത്തിലാക്കണേ, ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകണേ. ഒരാളെ മുമ്പിലും നീ പരാജയപ്പെടുത്തല്ല. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ ഉസ്താദുമാരെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ മാതാപിതാക്കളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ചതിയന്മാരുടെ ചതിവലകളെ റബ്ബേ നീ സർവ്വതും പരാജയപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ബിസിനസ്സുകാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. കൃഷിക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. മത്സ്യത്തൊഴിലാളികൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ഡ്രൈവർമാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. കൂലിപ്പണിക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. തൊഴിലാളികൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. മുതലാളിമാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ഉസ്താദുമാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികളെ കാക്കണേ. നിയമഗുരുക്കൾ വിട്ട് അവരെ കഷ്ടപ്പെടുത്തല്ലേ. അവരെ പ്രതിസന്ധികളെ മാറ്റണേ. അവരുടെ കടങ്ങളെ വീട്ടണേ. അവരുടെ ജോലിയില് അവരെ കൂടെ ജോലി ചെയ്യുന്നവനക്ക്, അവരെ റൂമിലുള്ളവനക്ക് സമാധാനം നൽകണേ. ഈ കാമ കിട്ടാത്തവരെ, വിസയുടെ പ്രശ്നമുള്ളവരെ, തനാസുലിന്റെ പ്രശ്നമുള്ളവരെ, ജോലിയുടെ പ്രശ്നമുള്ളവരെ, ശമ്പളം കിട്ടാത്തവരെ, ശമ്പളം കൂട്ടി കിട്ടാത്തവരെ, റബ്ബേ ജോലി റെഡിയാവാത്തവരെ അല്ലാ അല്ലാ നീ സലാമത്താക്കണേ. ഗൾഫിലേക്ക് പോവാനൊരുങ്ങുന്നവരെ, അവിടുന്ന് നാട്ടിലേക്ക് വരാൻ നിൽക്കുന്നവര് തടസ്സങ്ങളെല്ലാം നീക്കിയിട്ട് പേപ്പർ വർക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് ടെസ്റ്റുകളിലൊന്നും ഒരു വിഷമവുമില്ലാതെ, യാത്രകളിലൊന്നും ഒരു വിഷമവുമില്ലാതെ, ഒരാൾക്കും ഒരു പ്രശ്നവുമില്ലാതെ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാർ ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കച്ചവടം നടത്തുന്നവരുണ്ട്, ഞങ്ങളോട് ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഞങ്ങളെ കൂട്ടുകാർ പ്രവാസ ലോകത്തിന്റെ പല ഭാഗത്തും ഒരുപാട് പരിചയക്കാരുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് സ്നേഹിതന്മാരുണ്ട്. റബ്ബേ നീ അവർക്കെല്ലാം റഹ്മത്തും റാഹത്തും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് നല്ല ഖൈറായ ഒരു വീട് നൽകണേ. അതിനാവശ്യമായ സ്ഥലം നൽകണേ. അതിലേക്കുള്ള വഴി നൽകണേ. വീട് പണി തുടങ്ങി വെച്ചത് മനോഹരമായി പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ. ഞങ്ങളെ വീട്ടിലൊരു ശർറും നൽകല്ലേ അല്ലാ. ഒരു പിശാചിനെയും ഞങ്ങളെ വീട്ടിലേക്ക് കടത്തല്ല അല്ലാ. ഒരു കണ്ണേറും ഞങ്ങളെ വീട്ടിലേക്ക് കടത്തല്ലേ. ഒരു ശത്രുക്കളെയും ഞങ്ങളെ കുടുംബത്തിലേക്ക് കടത്തല്ലേ അല്ലാ. പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളെ ഒന്നിപ്പിക്കണേ റഹ്മാനേ. സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളെ സഹോദര സഹോദരിമാർക്ക് അനുയോജ്യമായ സ്വാലിഹായ ഇണകളെ നൽകി അവർക്ക് റാഹത്തുള്ള കല്യാണം ശരിയാക്കി കൊടുക്കണേ റഹ്മാനേ. വരുന്നതൊക്കെ മുടങ്ങിപ്പോവുകയാണ്, ഖൈറായത് മാത്രം നീ അടുപ്പിച്ചു തരണേ റഹ്മാനേ.
തീരുമാനിച്ചു വച്ച കല്യാണങ്ങളെല്ലാം സന്തോഷത്തോടെ നടത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങി നിൽക്കുന്നവരുണ്ട്, അവരെ ഒന്ന് ഒന്നിപ്പിക്കണേ അല്ലാഹ്. അവർക്ക് സമാധാനം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്ന പാവങ്ങളുണ്ട്. എത്രയോ പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹ് നീ നൽകണേ അല്ലാഹ്. എത്രയോ പ്രിയപ്പെട്ട അമുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാർ ഇവിടെ വന്നൊരുപാട് ആളുകൾ വിഷമം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നീ അവർക്കെല്ലാം ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്ത ഞങ്ങളെ സഹോദരങ്ങളുടെ വേദന നീ കാണണേ. നിന്റെ റഹ്മത്ത് കൊണ്ടവർക്ക് മക്കളെ കൊടുക്കണേ, മക്കളെ കൊടുക്കണേ. ഭർത്താവിന്റെയും ഭാര്യയുടെയും പ്രശ്നങ്ങളും തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് സ്വാലിഹായ മക്കളെ നീ നൽകണേ റഹ്മാനെ. ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കുക അല്ലാഹ്. സ്കാൻ ചെയ്തപ്പോ പ്രശ്നം പറഞ്ഞവരുണ്ട്, മാറ്റണേ അല്ലാഹ്. ആൺമക്കളെയും പെൺമക്കളെയും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ചെറിയ മക്കളെ, അപസ്മാരമുള്ളവരെ, പാല് കുടിക്കാത്തവരെ, കരച്ചിൽ മാറ്റാത്തവരെ, അല്ലാഹ് കഴുത്തുറക്കാത്ത മക്കളെ, സംസാരിക്കുന്നില്ല, സംസാരത്തിൽ വിക്കുള്ള മക്കളെ, സംസാരിക്കേണ്ട പ്രായമായി സംസാരിക്കാതെ, മുട്ടുകുത്തല്ല പ്രായമായി മുട്ടുകുത്താതെ, നടക്കേണ്ട പ്രായമായിട്ട് നടക്കാതെ, എത്രയോ പ്രിയപ്പെട്ട ഞങ്ങളെ പൂമ്പാറ്റകള് റബ്ബേ, അവർക്ക് നീ ആരോഗ്യം നൽകണേ. ജന്മനാ അവയവങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ ബാധിച്ച ഞങ്ങളെ പാവങ്ങൾ റബ്ബേ, നീ അവർക്ക് സലാമത്ത് നൽകണേ റഹ്മാനേ. നീ അവർക്ക് സലാമത്ത് നൽകിയിട്ട് ശിഫ നൽകണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളാരെയും മാരകമായ രോഗം തന്ന്, മാറാത്ത രോഗം തന്ന് തളർത്തല്ലേ, കിടത്തല്ലേ. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്നവരെ, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്നവരെ അല്ലാഹ് നീ ശിഫ നൽകണേ, അല്ലാഹ് നീ ശിഫ നൽകണേ, അല്ലാഹ് നീ ശിഫ നൽകണേ. അർഹമുർറാഹിമായ അല്ലാഹ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിയുന്ന ഞങ്ങളെ പാവങ്ങളെ, ഹോസ്പിറ്റലിലെ വരാന്തകളിലും റൂമുകളിലും ഇരുന്ന് അറിവിന്നിലാവ് കേൾക്കുന്നവരെ അവർക്ക് ശിഫാക നൽകണേ അല്ലാഹ്. അവരെ പരിചരിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ റബ്ബേ, നീ അവർക്ക് വലിയ കാവല് നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരും അപ്പമാരും സഹോദര സഹോദരിമാരും സുഖമില്ലാതെ വീട്ടിൽ കഴിയുന്നവരുണ്ട്, റബ്ബാകുന്ന നീ അവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. റബ്ബാകുന്ന നീ അവർക്ക് പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനേ. ആഫിയത്ത് നൽകണേ റഹ്മാനേ, ദീർഘായുസ് നൽകണേ റഹ്മാനേ, റാഹത്തും സമാധാനവും നൽകണേ റഹ്മാനേ, സന്തോഷം നൽകണേ റഹ്മാനേ. അർഹമുർറാഹിമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, അല്ലാഹുവേ, അറിവിൻ നിലാവിന്റെ മജ്ലിസ് ഒരു ദിവസവും ഒഴിവില്ലാതെ
കേൾക്കുന്നവരെ, ഞങ്ങളെ മജ്ലിസിലേക്ക് വന്നവരെ, ഇവിടെ വന്ന് വിഷമം പറഞ്ഞ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്, ഇവിടെ വന്ന് പരാതി പറഞ്ഞ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റണേ. എവിടെ നീ കണ്ടാണ് ഉസ്താദേ, ഞങ്ങളൊക്കെ അറിവിന്നിലാവ് കേൾക്കുന്നവരാണ്, ഞങ്ങൾ അറിവിന്നിലാവിന്റെ കുടുംബങ്ങളാണ്, ഞങ്ങൾക്ക് ദുആ ചെയ്യണേ എന്ന് ഞങ്ങളോട് വസിയത്ത് ചെയ്തവരുണ്ട്. റബ്ബേ, അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ. ഞങ്ങൾ തുറന്നു കൊടുത്ത ഷോപ്പുകളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, കച്ചവടങ്ങളുണ്ട്, അവർക്കെല്ലാം നീ വലിയ റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാഹുവേ. ഞങ്ങളെ കുറ്റിയടിച്ചു കൊടുത്ത വീടുകളുണ്ട്, തറക്കല്ലിട്ട് കൊടുത്ത വീടുകളുണ്ട്, ആ വീട്ടിലെല്ലാം ഞങ്ങളുടെ മുഴുവൻ വീടുകളിലും ബറക്കത്തിനെയും റഹ്മത്തിനെയും നൽകണേ അല്ലാഹ്. സാധുവാ എന്റെ ഉമ്മ ഖബറിലാണ്, ഉമ്മാന്റെ ഖബറ് സ്വർഗമാക്കണേ. ഉമ്മ കിടക്കുന്ന പന്തപ്പള്ളി ഖബർസ്ഥാനിലെ ഖബറാളുകൾക്ക് സ്വർഗം കൊടുക്കണേ. ഞങ്ങളെ മജ്ലിസ് നടക്കുന്ന തഞ്ചേരി മഹല്ല് പരിസര മഹല്ലുകളിൽ നിന്ന് മരിച്ചവരെ, അറിവിന്നിലാവ് കേൾക്കുന്നവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരെ, അവരുടെ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ, എത്രയോ ഉമ്മമാര് അറിവിന്നിലാവിന്റെ ഉമ്മമാരെ ഖബറിലാ, അറിവിന്നിലാവിന്റെ ഉപ്പമാരെ ഖബറിലാ, അറിവിന്നിലാവിന്റെ പൂമ്പാറ്റകൾ പലരും ഖബറിലാ, അറിവിന്നിലാവിന്റെ സഹോദര സഹോദരിമാര് പലരും ഖബറിലാണ്. റബ്ബേ, അവരെ ഖബറുകളിലേക്കെല്ലാം ഞങ്ങളെ മജ്ലിസിനെ എത്തിക്കണേ റഹ്മാനേ. അവർ ഈ മജ്ലിസിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാണ്, ഈ മജ്ലിസിൽ പങ്കെടുത്തവരാണ്. ഈ നടക്കുന്ന മജ്ലിസിന്റെ പ്രതിഫലമെല്ലാം അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കമന്റിലൂടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുന്നവരെ, സ്നേഹപൂർവ്വം അറിവിന്നിലാവിലേക്ക് കത്തെഴുതിയിട്ട് വിഷമങ്ങൾ അറിയിച്ചവരെ എല്ലാവർക്കും നീ സലാമത്തും സമാധാനവും നൽകണേ റഹ്മാനേ. ഞങ്ങളെ അറിവിന്നിലാവിന്റെ പ്രോഗ്രാം എവിടെ നടക്കുമ്പോഴും ഓടി വരുന്ന ഉമ്മമാരുണ്ട്, പാപ്പമാരുണ്ട്, യുവാക്കളുണ്ട്, ചെറുപ്പക്കാരുകളുള്ള മക്കളുണ്ട്, അവർക്കെല്ലാം റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ പരീക്ഷകളിൽ പാസ്സാക്കണേ, ഇന്റർവ്യൂകൾ വിജയിപ്പിക്കണേ, സ്വാലിഹായ മക്കളാക്കണേ. മദ്യപിക്കുന്നവരുടെ മദ്യപാനം മാറ്റണേ, ലഹരി ഉപയോഗം മാറ്റണേ, ചീത്ത സ്വഭാവം മാറ്റണേ, ദേശം മാറ്റണേ, വാശിയും കുറുമ്പൊക്കെ മാറ്റിയിട്ട് സ്വാലിഹായി ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനേ, ഈമാൻ സലാമത്താക്കണേ റഹ്മാനേ, ഇഖ്ലാസ് നൽകണേ റഹ്മാനേ, തഖ്വ നൽകണേ റഹ്മാനേ. കഴിഞ്ഞ അറിവിന്നിലാവിന്റെ മജ്ലിസുകളെല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അറിവിന്നിലാവിന്റെ മജ്ലിസ് നടന്നിട്ടുണ്ട്, എല്ലാം നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളെ ബന്ധങ്ങളെല്ലാം സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആരെല്ലാം ഉണ്ടോ, ഞങ്ങൾ ആംബുലൻസിലേക്ക് അല്ലാഹ്, വീൽ ചെയറുകളിലേക്ക്, അറിവിന്നിലാവിന്റെ കാരുണ്യ പദ്ധതികളിലേക്ക് സഹായിച്ചവരുണ്ട്, സംഭാവനകൾ തന്നവരുണ്ട്, ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുണ്ട്, എല്ലാം കബൂലാക്കണേ. അർഹമായ പ്രതിഫലം അവർക്ക് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്കണം അല്ലാഹ്, ശിഫയുടെ വെള്ളമാക്കണം അല്ലാഹ്. ഞങ്ങൾ ഏത് സമയത്ത് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറയുമ്പോ ബറക്കത്തിന് ഞങ്ങളെ മജ്ലിസിലെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നവരുണ്ട്. റബ്ബേ നീ അവർക്കെല്ലാം ബറക്കത്ത് നൽകണേ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന മുസ്ലിമീങ്ങളായ അമ്മമാർ, അച്ഛന്മാർ, ഏട്ടന്മാർ, ചേച്ചിമാർ, അവർക്കൊക്കെ സമാധാനം, ഹിദായത്തും സന്തോഷവും നൽകണമല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്കണേ അല്ലാഹ്, ശിഫയുടെ വെള്ളമാക്കണേ അല്ലാഹ്. ആ വെള്ളത്തിനൂടെ ഞങ്ങളെ അലർജി മാറ്റണേ, അപസ്മാരം മാറ്റണേ, ചൊറി മാറ്റണേ, രോഗങ്ങളെ മാറ്റണേ, എല്ലാവിധ പ്രയാസങ്ങളും ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളത്തിനോട് ശിഫയാക്കി തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്.